Assalamualaikum. Welcome back to my channel. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഫ്രിഡ്ജ് ആണ് കാണിക്കണ്ടായിരുന്നു ഹോം ടൂറിൽ. അപ്പോൾ ഫ്രിഡ്ജിന്റെ ഒരു എന്ത് പറയാ പറഞ്ഞേ ഫ്രിഡ്ജ് ടൂർ അല്ലേ? ഫ്രിഡ്ജിന് ടൂർ ഉണ്ടാ അത് ഇടാൻ പറഞ്ഞിരിക്കണം. അത് എന്താ വെച്ചാൽ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എന്തൊക്കെ സെറ്റപ്പും സാമഗ്രികളൊക്കെ ഉണ്ടോന്ന് അറിയാനായിരിക്കും. എന്താണെന്നറിയില്ല. എന്തായാലും നമുക്ക് ഇന്ന് എന്തായാലും ഫ്രിഡ്ജിനെ ഒരു ഹോം ടൂർ ആക്കാം അല്ലെ. ഫ്രിഡ്ജിന് ഒരു ദിവസം വരണല്ലോ. അപ്പൊ ഫ്രിഡ്ജിന്റെ ഒരു ദിവസമാണ് ഇന്ന്. അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് ഞാൻ ഇന്ന് എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയെന്ന് പറയണ്ടേ. അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും ഒരു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിക്കും. നമുക്ക് വെറും ഫ്രിഡ്ജിന്റെ ഇടുമ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഒരു ബോറടി ഉണ്ടാവും. അപ്പൊ നമ്മള് നടുവിലൊക്കെ അതാണെങ്കിൽ കൂടെ നടുവിൽ നമ്മൾ ചെറുതായിട്ടൊരു ചേഞ്ച് ഒക്കെ വരുത്താൻ പറ്റണം. അപ്പൊ ഞാൻ അടിപൊളിയായിട്ട് ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു പെട്ടെന്നൊരു ആലോചന തോന്നി, നമുക്കും അതും ഇത് കൂടെ അങ്ങോട്ട് എടുക്കാമല്ലോ വിചാരിച്ചു. അപ്പൊ നമ്മൾ താഴെ പോയി. താഴെ കഴിഞ്ഞു. സന മിയാസ് ഇപ്പൊ സ്കൂൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹാഫ് ഡേ എല്ലാവർക്കും ഇപ്പൊ എക്സാം നടക്കുകയാണെന്ന് വിചാരിക്കുന്നു നാട്ടിലൊക്കെ. അപ്പൊ രണ്ടുപേർക്കും ഹാഫ് ഡേ ആണ്. ഇപ്പൊ വന്ന് ഏകദേശം എത്ര മണി 2 മണി സമയത്തൊക്കെ ഉണ്ടാക്കലാണ്. ഇന്ന് സ്പെഷ്യൽ കുറച്ച് അധികം ആയതായിരുന്നു കൊണ്ട് കുറച്ച് നേരം വൈകി. അപ്പൊ നമ്മൾ എന്തായാലും ഇന്നും നമ്മള് ഇങ്ങനെയൊക്കെ കുറെ സെറ്റപ്പ് ഉണ്ടാവുമ്പോൾ പാത്രം സെറ്റ് ആവൂല. ഇല ഉണ്ടെങ്കിലാണ് എല്ലാതും വെച്ച് കഴിക്കാൻ പറ്റും. നമുക്ക് പിന്നെ ഇപ്പൊ ഇലക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇലയിൽ തിന്നണം പൂതി ഉണ്ടെങ്കിൽ താഴെ പോവുക, വെട്ടുക, ഇല കഴുകുക. പാത്രം കഴുകണത് എനിക്ക് മിച്ചം. എത്ര പാത്രം കഴുകുക. എനിക്ക് ഇപ്പോഴാണ് ഞാൻ പാത്രം കഴുകിയിട്ട് വന്ന്. അപ്പൊ നമ്മുടെ ഫുഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. താഴെ ഫുള്ള് ഇലയൊക്കെ ഇട്ടിട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ട് ഞങ്ങൾ 4 ആൾക്ക് 4 ഇലകള്. നമ്മുടെ വീട്ടിൽ പിന്നെ നമ്മുടെ ഗസ്റ്റുകളും വിരുന്നേരൊക്കെ പോയി. അപ്പോഴും നമ്മൾ ഇലയില വെച്ചത് 65. ഇത് എനിക്കൊരു ലെഗ് പീസ്, ഒരു ലെഗ് പീസ്. ഓക്കെ. പിന്നെ ഇത് മുട്ട പൊരിച്ചത്. ഇത് ഞാൻ ശരിക്കും ഇതിൽ പുഴുങ്ങിയിട്ടാണ് വെക്കല് സാധാരണ. നമ്മളിന്ന് മുട്ട വാങ്ങിയപ്പോൾ മുട്ട ഒരു 4-5 എണ്ണം പൊട്ടിപ്പോയി. അപ്പൊ പിന്നെ ഇതും ഉപ്പിട്ടിട്ട് ഉള്ളിട്ട് പൊരിച്ചപ്പോൾ ആർക്കും ഇറങ്ങൂല. അത് കാരണം വെറുതെ ഒന്ന് അങ്ങനെ പൊരിച്ചതാണ്. അപ്പൊ ഇനി അടുത്തത് എന്താ വെച്ചാല് നമ്മുടെ പെപ്പർ ചിക്കൻ. അതും സാധാ വെളിച്ചെണ്ണയോ സാധാ സൺഫ്ലവർ ഓയിലല്ല. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ നല്ലെണ്ണയിൽ ഉണ്ടാക്കുള്ളൂ. നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അടുത്തത് നമ്മളുടെ പച്ചടി. ഇതിനൊരുപാട് പേരുണ്ട്. നമ്മളവിടെ എന്ത് പറയും? ഓണിയൻ റൈത്താവ. ഇതിന് ഓണിയൻ റൈത്ത എന്ന് പറയോ. ഒരു സ്ഥലത്ത് സാലഡ് എന്ന് പറയും. ഒരു സ്ഥലത്ത് പച്ചടിയോ പച്ചടി എന്ന് പറയും. ഒരു സ്ഥലത്ത് കച്ചമ്പർ എന്ന് പറയും. അങ്ങനെ ഇതിന് ഒരുപാട് പേരുള്ള സാധനമാണ് ഈ സാധനം. പിന്നെ നമ്മുടെ സ്പെഷ്യൽ സാധനം ഈ ഒരു പാത്രത്തിലുണ്ട്. പാത്രം ചെറുതായിട്ടുള്ള വയസ്സ്. നമുക്ക് ഇത് തിന്നാനേ ഇവിടെ ആളില്ല. അപ്പം നമ്മൾ എന്തായാലും പാത്രം തുറക്കുകയാണ്. നമ്മളുടെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. അപ്പം ഇന്ന് എന്തായാലും ഇങ്ങനെയൊക്കെ എടുത്തപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചാൽ ജസ്റ്റാണ് ഇത് ആവി പറക്കണത്. ഇപ്പോഴാണ് അടുപ്പത്തുനിന്ന് ഇറക്കിയത് ഗൈസ്. അധികം പീസൊന്നും ഉണ്ടാവില്ല. പീസ് ഇട്ടാലൊന്നും ഇവിടെ ആർക്കും ബിരിയാണിത്തെ പീസ് ആരും തിന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ള പീസ് ഒരു അര കിലോ ഉണ്ടാവില്ല, ഒരു 1/2 കിലോ ഇറച്ചി മാത്രം ഇട്ടാക്കിയിട്ട് അങ്ങനെ ബിരിയാണി മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 നേരത്തിന് ധാരാളം. 1/2 കിലോ അരി ഇട്ടിട്ടുള്ളൂ. ഒരു ചോറ് നോക്കി എത്രയെന്ന്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവർക്കും വിളമ്പി കൊടുക്കാം. അപ്പം ഒരു ലെഗ് പീസ് ഇതേ നമുക്ക് വേണ്ട. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പച്ചടി. പച്ചമുളക് ശരിക്കും നമ്മുടെ മിക്സിയിൽ ഒന്ന് ഡെമോ ചെയ്തതാണ്. പുള്ളിയൊക്കെ ഇതിൽ എങ്ങനെ സംഭവം അടിപൊളിയായിട്ട് വേഗം എന്താ പരിപാടി കഴിഞ്ഞു. മുട്ടടെ ഇത് പിന്നെ ഇത് നമുക്ക് തിന്നണം കേട്ടോ. திங்க மாட்டாங்க சொல்லி இருக்குல்ல. ஒரு பீஸ் போட்டுக்கோங்க. பெப்பர் போட்டதானே ஆசைக்கு ஒரு பீஸ். நல்ல எத்தனை வெரைட்டி போதுமா? எத்தனை முட்டை സ്പെഷ്യൽ സാധനം വിളമ്പാൻ പോണ്. ഒരുപാട് പേരില്ലേ നമ്മളോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ എന്താ നായി കുരക്കണെന്ന് ചോദിക്കണ്ടായിരുന്നു. ഗൈസ് ഞങ്ങളുടെ വീട്ടിലല്ല, ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഒരു വീട്ടില് കൂട്ടിലൊരു നായി ഉണ്ട്. അതിന്റെ പേര് എന്താ വെച്ചാൽ പേര് ബുജി. നമ്മൾ ഇവിടുന്ന് ബുജിയേന്ന് വിളിച്ചാൽ അവിടുന്ന് ആ തലക്കൊന്ന് ഓടി വന്നിട്ട് തല എങ്ങനെ നിൽക്കും. ഒരു സ്നേഹമായിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ ഈ കുട്ടികൾ ബിസ്ക്കറ്റും ഇതൊക്കെ അതിന് കൊണ്ടുപോയി കൊടുക്കണമായിരുന്നു കൊണ്ട് ഞങ്ങള് ബിരിയാണിത്തെ ഇറച്ചി തിന്നാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടുള്ളൂ. ഇവിടെ ഗൈസ് ഇവിടെ ആരും ബിരിയാണിത്തെ
பிரியாணி ஆசைக்கு 1-2 தான் அவ்வளவுதான். போதுமா? சாப்பிட்டு வாங்கிக்கிறியா? മട്ടൻ മിയാസ് തിന്നു. മിയാസ് ബിരിയാണിത്തെ പീസൊക്കെ തിന്നു. അതായത് മിയാസിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേറൊരുത്തിണ്ട്, അതിന് അറിഞ്ഞല്ല. പോതുമാ? സാപ്പിട്ട് വാങ്ങിക്കിറിയാ? ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ ഓടിക്കലുണ്ടാക്കും വളർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തിന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിന്റെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം സമയം വൈകിയിട്ടുണ്ട്. ഞാൻ രാവിലെ ഫുഡൊക്കെ കഴിക്കും, കാരണം രാവിലെ കഴിച്ചാലാണ് എനിക്ക് നടക്കുള്ളൂ. നമ്മൾ ഡയബറ്റീസ് പേഷ്യൻ്റ് ആയതുകൊണ്ട് നേരം വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാവിലെ കഴിച്ച് ഗുളികയൊക്കെ കുടിച്ച് ഏകദേശം 1 മണിക്കാണ് കണക്ക്. ഇന്ന് ഇങ്ങനത്തെ സ്പെഷ്യലൊക്കെ ഉണ്ടാകുമ്പോൾ ഇറച്ചി വാങ്ങിയിട്ട് വന്ന് ഇങ്ങനെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും സമയം എന്തായാലും വഴുകും. അപ്പം ഞാൻ എന്തായാലും നമ്മൾ കഴിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ പോലെ ഫുഡൊക്കെ കഴിച്ച് ഒക്കെ റെഡിയായി. മിയാസ് ഇന്ന് എന്തായാലും മഴ പെയ്യുന്നു. ഉച്ചക്കൊക്കെ ഒന്ന് കടന്നുറങ്ങിക്കണം. എന്താ സംഭവം എന്നറിയില്ല. ബിരിയാണി അത് സംഭവം അതാതുകൊണ്ട് ബിരിയാണി ഇന്നപ്പോ ഉറക്കം വന്നിട്ട് എനിക്ക് ബിരിയാണി തിന്നപ്പോ കണ്ണു വന്ന് പോകും. പഴയ ആൾക്കാർ പറയും ഇതേമാതിരി ഈ ബിരിയാണികളൊക്കെ തിന്ന ഒരു നാരങ്ങ വെള്ളം കുടിച്ചാൽ ഉറക്കം പോകുന്നു പറയും. പക്ഷെ അപ്പൊ എനിക്ക് പിന്നെ നാരങ്ങ വെള്ളമൊന്നും കുടിക്കലില്ല. അപ്പൊ മാക്സിമം മുക്കാൽ പാകവും ചോറ് ഞാൻ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഇതേമാതിരി ബിരിയാണി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഉച്ചക്ക് കുറച്ച് കഴിക്കും, രാത്രി വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കാണണമെന്ന് ചോദിച്ചവർക്കായി നമ്മൾ എന്തായാലും ഫ്രിഡ്ജ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞേക്കൂടെ. ഫ്രിഡ്ജ് വാങ്ങി ഇപ്പോൾ 10 ദിവസം ഉണ്ടാവും. ഫ്രിഡ്ജ് വാങ്ങി നമ്മളൊരു 10 ദിവസമായി ഇപ്പം മാറ്റിയിട്ടുള്ളൂ നമ്മൾ. അപ്പോൾ നമ്മുടെ പഴയ ഫ്രിഡ്ജിന് എന്തായിരുന്നു കേടെന്നൊക്കെ ചോദിക്കും. പഴയ ഫ്രിഡ്ജ് വാങ്ങി 6 വർഷമായി വാങ്ങിയിട്ട് അതിനൊരു കേടുണ്ടായിട്ടല്ല, ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്രിഡ്ജാണ്. നമുക്ക് സ്പേസ് ഇവിടെ പറ്റാത്ത കാരണം സ്പേസ് ഒന്നൊന്നും വെക്കാൻ ആ ഒരു വേറെ പോയ ടൈമിൽ നമ്മൾ ഇവരൊക്കെ 2 പേര് ചെറുതായിരുന്നു. അപ്പൊ പിന്നെ വല്ലാണ്ട് സാധനങ്ങളൊന്നും എനിക്കുള്ളിൽ മെയിനാ വൃത്തിരുന്ന ഫ്രിഡ്ജ് എന്തിനാ വാങ്ങാന്നറിയോ? തക്കാളി, മാവ്, ദോശമാവ്, പിന്നെ ബാക്കി വന്ന ചാറ് വെക്കാനാണ് ഫ്രിഡ്ജ് എല്ലാരും വാങ്ങുക. എല്ലാവരും ഫ്രിഡ്ജും തുറന്നാലും എന്താ ഉണ്ടാവുന്നറിയോ? ചോറ്, ഇന്നലത്തെ ബാക്കി വന്ന ചാറ്, പിന്നെ രാത്രി ബാക്കി വന്ന ചോറ്, ഇതൊക്കെ ഉണ്ടാവും ഫ്രിഡ്ജില്. ഞാൻ പിന്നെ ചോറൊന്നും വെക്കലില്ല. രാത്രിക്ക് എന്തെങ്കിലും കുറച്ച് കറി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ ഫ്രിഡ്ജിൽ വെക്കലുള്ളൂ. മെയിനായിട്ട് എൻ്റെ ഫ്രിഡ്ജിൽ എന്തുണ്ടാവും ചോദിച്ചാൽ ദോശമാവ് മെയിനായിട്ട് എന്തായാലും ഉണ്ടാവും. കുട്ടികളുടെ വീട്ടിൽ ദോശമാവ് സ്ഥിരം വേണം. പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലൊക്കെ പുറത്തൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ മാവ് ഉണ്ടെങ്കിൽ 2 ദോശ വേഗം നല്ല ഇഡ്ഡലിപ്പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ജാമ എന്തെങ്കിലുമൊക്കെ തൊട്ടിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് എന്തായാലും ദോശ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ ആദ്യം ഒരു ഡോർ ആയിരുന്നു അല്ലേ, ഒരു ഡോർ ഫ്രിഡ്ജ് ആയിരുന്നു. ഇറച്ചി മീനൊന്നും കൊള്ളുണ്ടായില്ല. ഫസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്യണോ അല്ലെ ഓപ്പൺ ചെയ്യണോ? ഓഹോ എന്റെ കാല്. ഈ ഒരു പെണ്ണിനെ ഞാൻ വീഡിയോ എടുക്കാൻ നിർത്തിയതായത് എന്റെ കൂടെ തുണക്ക്. എന്റെ കാല് ആ കട്ടിൽപ്പടിയിൽ മുട്ടിയിട്ട് കാലിന്റെ പകുതി നഖം പോയിക്കാണ്. വീണ്ടും അതുമ്പോ തന്നെ വന്ന് ചവിട്ടാണേ. അതാണെങ്കിലും വേദന സഹിക്കണില്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്തായാലും നമ്മള് മേലെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാല്ലേ. ഇതിനുള്ളത് എന്താ ആവില്ല വരാത്ത? ഇതെന്താ സംഭവം ചോദിച്ചാൽ ഇതിനൊരു കഥ ഉണ്ട്. ഇത് മിയാസിന്റെ ആണ്. ഇന്നലെ ബാദാം മിൽക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതിൽ പാർന്നിട്ട് ഐസ് കട്ടി ആക്കട്ടെ മാങ്ങട്ടെ. ഞാൻ சொன்ன ഐസ് കട്ടി ആക്കിയിട്ട് തിന്നാല് 4 ദിവസം കഴിഞ്ഞാൽ പോവാൻ പറ്റില്ല. കറക്റ്റ് അല്ലേ? ഇതിൽ കാണത്ര ഈ പണി നേരത്തെ ഇതിലാക്കി കൊടുക്കണത്. മിയാസിന്റെ ഇഷ്ടപ്പടി വാങ്ങിക്കണത്. എന്താ സംബന്ധിച്ച് വെച്ചാല് നമ്മള് നാട്ടിക്ക് പോകുമ്പോ ആ ഫ്രിഡ്ജില് സീന് ഇതേമാതിരി ഐസ്ക്രീം ഡപ്പടത് വാങ്ങി വെച്ചിരിക്കണം. അവിടുന്ന് ഇങ്ങോട്ട് ഈ ഫ്രിഡ്ജിന് എന്ന് ഇവിടെ കൊടുന്ന് വെച്ചു. അപ്പൊ ഫ്രിഡ്ജുമൊക്കെ അല്ല നോക്കുന്നത്. ഇതേമാതിരി ഐസ്ക്രീം ഡപ്പ അളകാർക്കത്തൊക്കെ വേണത്ര, അളകക്ക്. അപ്പൊ ഇതിൽ ഉണ്ടാക്കട്ടെ ചോദിച്ചു. ഈ ഒരു സമയം നമുക്ക് സെറ്റ് ആവില്ല, അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കാൻ വെച്ചിട്ടില്ല. അവർക്ക് അതുവരെക്കും ഇതൊരു ഭംഗിക്ക് ഇരിക്കട്ടെ അല്ലേ, ഭംഗിക്ക് ഇരിക്കട്ടെ. പിന്നെ ഇതെന്താ വെച്ചാല് ഇതിന്റെ ഉള്ളില് ബട്ടർ ഉണ്ട്. ബട്ടർ ഐസ് കട്ടിക്കണല്ലോ, കെട്ടുപോവാ അതിലെ കൂടിയാണ്. അപ്പൊ ഇത് ബട്ടറാണ്. എപ്പോഴെങ്കിലും ബട്ടർ വെച്ചാൽ എന്തായാലും ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനല്ലേ, ബട്ടർ ചിക്കനൊക്കെ ചെയ്യാത് വെച്ചിട്ട്. വെണ്ണയാണ് ഇത് നല്ലത്. ഇതെപ്പോഴും സേഫ്റ്റിക്ക് എന്തായാലും ഇവിടെ ഉണ്ടാവും. ഒരിക്കൽ ഇടയ്ക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനോ അതിനൊക്കെ. അപ്പൊ ഇതാണ് വെച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിയിട്ട് ഇത്ര ദിവസവും നമ്മളിതില് ഐസ് നമ്മൾ വെച്ചിട്ടില്ല. ഞാൻ എന്തായാലും ഇവിടെ ഐസ് കട്ടി വെക്കലില്ല. ഇവിടെ വെച്ചാല് നമുക്ക് തിന്നു കഴിഞ്ഞാൽ ആസ്പത്രിക്ക് ഓടേണ്ടി വരും. പിന്നെ ഇത് ചിക്കനാണ്. എല്ലാവർക്കും അറിയാം ഇന്നത്തെ ബിരിയാണിന്റെ ചിട്ട് ബാക്കിയുള്ളതാണ്. ഈ ഒരു ഡപ്പയൊക്കെ ഞാൻ ഡിമാർട്ടിന്ന് വാങ്ങിയതാണ്. ഇതാ ഈ ഒരു ഡപ്പയും ഡിമാർട്ടിന്ന് വാങ്ങി. ഇതാവുമ്പോ ചിക്കനും മീനൊക്കെ
ആ ഒരു സ്മെല്ല് വരില്ല അങ്ങനെ ഒരു ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഇതൊക്കെ തന്നെ. വലിയ ഫ്രിഡ്ജാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മെയിൻ ആയിട്ട് നമ്മൾ ഫ്രീസർ തനിയെ വെച്ചിരിക്കുന്നത് നമ്മൾ ചിക്കൻ, മീൻ, അത് ഇതൊക്കെ. ഫ്രിഡ്ജ് കുറച്ച് വെച്ചിട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്രീസറിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ഇത് രണ്ട് ഞാൻ വെറുതെ വെച്ചതാണ്, എന്തെങ്കിലുമൊക്കെ താനാവേ വെക്കണ്ടല്ലോ എന്നിട്ട്. ഇത് പിന്നെ ഐസ് കട്ട് ചെയ്യണം. ഇത് പിന്നെ ആരെടുത്ത് എറിഞ്ഞാലും അത് പൊട്ടൂലതാ. അപ്പൊ അതന്നെ ഇപ്പടി മണി പലയാട്ടർക്ക്. അപ്പൊ ഇതാണ് ഫ്രീസറിന്റെ ഉള്ളിൽ ഇത്ര ഐറ്റംസ് ഉള്ളൂ. ഇനി പുള്ളത്താച്ചി പുള്ളയാട്ടം വെച്ചിരിക്കുന്നത് മാസം മാർക്കണമാര് വെച്ചിരിക്കുന്നത് എവിടെയെന്ന് അറിയോ? താഴെ. ഈ ഫ്രിഡ്ജിന്റെ കൂടെ ഇതിനാ ഒരു തുണി കഴിക്കും. നമ്മൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജുമ്മ ഡോറുമാണ് നമ്മളിത് കളയാൻ ഭയങ്കര റിസ്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു തുണി ഉണ്ടാവുമ്പോൾ ഇത് വെച്ച് ഇങ്ങനെ പിടിച്ചാലോ ഞാൻ പിടിക്കാം. അപ്പൊ നമ്മൾ എന്തായാലും പുള്ളത്താച്ചി പുള്ളനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. നമ്മൾ പുള്ളത്താച്ചി പുള്ളയെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫ്രിഡ്ജിന്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ അല്ലേ. പാല് ഫ്രീസറിൽ വെക്കാം, പക്ഷെ പാല് ഫ്രീസറിൽ വെച്ച ഐസും കട്ടിയാവുകയാണ്. നമ്മളിതിന്റെ ടെമ്പറേച്ചർ കുറച്ച് ഇവിടുത്തെ ടെമ്പറേച്ചർ കുറച്ച് വെച്ചാലും പാല് വേഗം താഴൊക്കെ കൂളിങ് കുറവുന്നുണ്ട്. പാല് കേടുവന്ന് പോകുമ്പോട്ട് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ വേഗം കട്ടയാവില്ലല്ലോ. ഇതാണ് നമുക്കൊരു അർജന്റേക്ക് ഇതാക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. നീ വെച്ചുക്കോ. ഇത് അത്തിപ്പഴമാണ്. ഇത് നിറയെ കമന്റ് എന്തായാലും വരുന്നു പ്രതീക്ഷിക്കുന്നു. ഡ്രൈ കിവി ഇതാണിത്. ഓ കിവി അത്തിപ്പഴം എന്താ சொன்னேனா? അപ്പൊ ഇത് ഡ്രൈ കിവി ആണ്. ഇത് എന്തിനാ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെച്ച് ഉണങ്ങിയതൊന്നും ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെക്കില്ല സാധാരണ. നമ്മൾ അതത് ഇരിക്കട്ടെ, വല്ല എപ്പോഴെങ്കിലൊക്കെ ഓരോന്ന് കഴിക്കുള്ളൂ. ഫ്രിഡ്ജ് തന്നെ അടക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഇതൊന്നുണ്ട്. പിടിച്ചോളൊന്ന് എടുത്തിട്ട് മീഡിയം കൈ. ഇതൊക്കെ ഓരോരോ ഡപ്പ കൂടെ ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ കൂട്ടാൻ വെക്കാനുള്ള ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ പേരാണ് മൊച്ചക്കൊട്ട പറയുന്നത്. നമ്മുടെ അവരക്കേൻ്റെ ഇന്നൊരു വേർഷനാണ് ഇത്. ഇത് കത്തിരിക്കായൊക്കെ ഇട്ടിട്ട് പുളിക്കുളമ്പ് വെക്കും, പുളി മീനൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതൊന്ന്. അടുത്തത് ഇതും ഡ്രൈ ആണ്. ഇത് നെല്ലിക്ക, പൈനാപ്പിള്, ഇത് ചെറി. നമ്മുടെ ഫ്രിഡ്ജിൽ എന്താ ഉള്ളത് സംഭവം? ഇത് മുട്ടയാണ്. മുട്ട സ്റ്റോറേജ് ബോക്സ്. ഇത് മുട്ട. ഇതും വെജിറ്റബിൾസ് ആണ്. ഇതിനൊക്കെ ഓരോരോ ബോക്സ് വാങ്ങിയിട്ടൊക്കെയാണ് ഞാനിതാ. കത്തിരിക്കായി, ബീട്രൂട്ട്, ഇതൊക്കെ എടുത്തടുത്തത് മാതിരി വെക്കണം. ഇത് നമ്മുടെ ചില്ലിയുടെ ബാക്കിയാണ്. രാത്രിക്ക് പൊരിക്കാനുള്ള ചില്ലിയാണ്. ഇതിൻ്റെ ഉള്ളിലും വെജിറ്റബിൾസ് ആണ്. ഇത് വെജിറ്റബിൾസ് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഡപ്പയാണ്. മുട്ടക്കോസും ബീൻസും ഇതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ അടുത്തത് ഇത് ദോശ മാവ്. ഡപ്പയിൽ വേറെ ഉണ്ടാവും. ഇത് നമ്മൾ എടുത്തിട്ട് യൂസ് ചെയ്തതിൻ്റെ ബാക്കി ഉണ്ടാവില്ല, അതങ്ങനെ ഡപ്പയിൽ പറഞ്ഞു വെച്ചാണ്. ഇതൊന്ന്. ഇത് ഇഞ്ചി. ഈ ഡബയിലും കൊത്തമല്ലി, ഇതൊക്കെ തനിയിട്ട് വെച്ചിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ തക്കാളി, പാവൊക്കെ ഉണ്ട്. പിന്നെ ഇത് സാമ്പാറിനുള്ള മുരുങ്ങക്കായും കത്തിരിക്കായും. ഇത് ഇതിൻ്റെ ഉള്ളിൽ ഒരു മുട്ടക്കോസും കൂടി ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ തികഞ്ഞില്ല. കുറേ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ കഴിഞ്ഞിക്കാണ്. അപ്പോൾ ഒന്നാമത് വെജിറ്റബിൾസ് വാങ്ങാത്തത് നമ്മൾ 4 ദിവസം കൂടി അവിടെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ 10 ദിവസം ഇന്റർനാഷണൽ ട്രിപ്പ് എന്നല്ല ഞാൻ പറയാം, നാഷണൽ ട്രിപ്പിന് പോവുകയാണ്. അത് കാരണം കൊണ്ട് വെജിറ്റബിൾസ് വാങ്ങി വെച്ചാൽ വേസ്റ്റ് ആവും. പിന്നെ ഇത് നമ്മുടെ ദോശമാവ്. ഇതിൻ്റെ ബാലൻസ് ആണ് ആ ഡപ്പയിലുള്ളത്. പിന്നെ ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ പോണതൊക്കെ വ്യത്യാസ സാധനങ്ങളാവും ഗൈസ്. ഇത് വാൾനട്ട്സ് ആണ്. ഒന്നും ഞാൻ സുഖമുണ്ട്. ഒന്നും അടക്കം മുടിയില്ല. വാൾനട്ട്സ് ആണ്. ഇതാ പഴയ അണ്ടിപ്പരിപ്പല്ലേ, അത് അണ്ടിപ്പരിപ്പാണ്. ഈ ഡബ്ബകളൊക്കെ കാണാൻ ഭംഗിയുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക. നമ്മൾ ഇവിടുന്ന് വാങ്ങി ഡിമാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന്റെ പ്രൈസും കൂടി ഇതിന് കളഞ്ഞിട്ടുള്ളതാ. അങ്ങനെ ഡപ്പ 99 രൂപയാണ്. ഈ കാണുന്ന ഡപ്പകളൊക്കെ ഡിമാർട്ടിലത്തെ ഡപ്പകളാണ്. എടുത്തത് വെക്കണം, അല്ലെങ്കിൽ എനിക്ക് ഡബിൾ പണിയാണ്. ഇത് എങ്കതാ ഞാപകം അതൊക്കെ കൂടെ ശരി അപ്പം എടുത്തേക്കണം. ഇതെന്താ? ഇതും വെജിറ്റബിൾ ആണ്. ഒരു വെള്ളരിക്കുണ്ട്, വെണ്ടയ്ക്കുണ്ട് അല്ലേ.
നമ്മൾ പോകുമ്പോഴത്തേന് എന്തായാലും ഇത് കഴിക്കണം, ഉപ്പേരി എന്തെങ്കിലും വെച്ചിട്ട്. അത് ഇതിൻ്റെ ബാലൻസ് വാൾനട്ട്സ്. സത്യം പറഞ്ഞാൽ ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ അധികം നട്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് വാൾനട്ട്സ് ആണ്. പിന്നെ എല്ലാവരുടെ വീട്ടിലും കണ്ടുവരുന്ന സാധനമുണ്ട് ഫ്രിഡ്ജിൽ. എന്താണെന്നറിയോ? എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഈ പുളി പിഴിയുമല്ലോ, പുളി പിഴിൻ്റെ ബാലൻസ് ഉണ്ടാവുമല്ലോ, അത് കളയില്ല. അപ്പോഴാണ് അടുത്ത കുളമ്പക്ക് ഇത് നല്ല ഇതാ പുളി എടുക്കും, ഓർമ്മയില്ലാണ്ട് ഫ്രിഡ്ജിലുണ്ടാവും. അപ്പോൾ ബാലൻസ് ആവില്ല. അപ്പം നമ്മൾ ഡബ്ബയിലെടുത്ത് വെച്ചാൽ അടുത്ത കുളമ്പിന് പുളി കറക്കേണ്ട ആവശ്യമില്ല. ഈ ഡബ്ബ ഡിമാർട്ടിൽ പർച്ചേസ് ചെയ്ത ഡബ്ബയുടെ ഇതിൻ്റെ ബാലൻസ് റേറ്റ് പറയാം 79 രൂപ. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. എൻ്റെ അടുത്ത് 2 തരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാവും. ഇത് പട്ടിയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് അടിച്ചിട്ടുള്ള ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ്. ഇതാവുമ്പോൾ ബിരിയാണികൾക്ക് നല്ല ഇറച്ചിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊന്നാ. അടുത്തത് ഇതിൻ്റെ ഉള്ളിൽ ഇതാ എലുമിച്ചപ്പഴം, ലെമണും പച്ചമുളകും. ഇതിലെ പുതിന. ഓക്കെ, ഇതും ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റാണ്. ഇത് വെറും ഇഞ്ചി വെളുത്തുള്ളി അടിച്ചിട്ടുള്ള പേസ്റ്റ്. ഇത് നമ്മുടെ നെല്ലിക്കയുടെ ബാക്കിയാണ്. നമ്മളന്ന് അലക്ക് കൊടുത്തില്ലേ, ഇതിലുണ്ടായിരുന്നത് അത്തിപ്പഴമല്ല കിവി, ഇതൊക്കെ അതിൻ്റെ ബാക്കിയാണ്. ഇതും ഉണ്ട്. പിന്നെ ഉള്ളത് വെജിറ്റബിൾസ് തന്നെയാണ്. ഈ വെജിറ്റബിൾസിന് മാത്രം 3 ഡപ്പ ഉണ്ടാവും. തക്കാളിക്കൊന്ന് ഇങ്ങനെ കായൊക്കെ ഉള്ളത്. ഇതും നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് വെച്ചിരിക്കണത്. ഇവിടുത്തെ കഴിഞ്ഞു. അപ്പോൾ എടുത്തത് ഇത് സംഭവം എന്താ വെച്ചാൽ എടുത്തത് എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല. അപ്പോൾ അടുത്ത മാതിരി തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതാണ് എല്ലാവർക്കും വെജിറ്റബിൾ കൂടാന്ന് പറയും. പക്ഷെ ഞങ്ങളുടെ അവിടെ ഇത് വെജിറ്റബിൾ കൂടല്ല, ഇതാണ് നട്ട്സ് കൂടാ. ഞങ്ങൾ കൂടനെ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കുപ്പിയൊന്നും കൊള്ളണില്ല. അത് കാരണം കൊണ്ട് എന്ത് ചെയ്തു, ഈത്തപ്പഴവും നമ്മുടെ സൂര്യകാന്തിയുടെ വിത്ത്, ഇത് അത്തിപ്പഴം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കൊള്ളാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിനെന്ത് ചെയ്തു, ഇതൊരു രണ്ട് കോളിഫ്ലവർ, ഇതൊരു വാഴത്തണ്ട് ജ്യൂസ് അടിക്കാൻ, ഇതാ പുടവലങ്ങ സ്വീറ്റ് കാന്, ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് നമ്മുടെ കമ്പനി. ഇത് ഞങ്ങൾ ഈ ഫ്രിഡ്ജ് വാങ്ങണമെന്നില്ലേ, ഇതെങ്ങനെ തുറക്കുക, ഇത് പൊന്തിച്ച് തുറക്കണം എന്നുള്ള ഐഡിയ ഉണ്ട്. പിന്നെയാണ് ഇതിൻ്റെ ഇപ്പം കീഴെ ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഈ സെക്ഷൻ പോവാ. ഈ സെക്ഷൻ നമ്മൾ ഫ്രീസറിൽ വെച്ചപ്പോൾ 2 സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇത് നിയാസിൻ്റെ ആവി പിടിക്കാനുള്ള മരുന്നാണ്. കഫക്കെട്ട് വരുമ്പോൾ ഇത് സേഫ്റ്റി ആയിട്ട് നമ്മൾ വാങ്ങിയിട്ട് ഫ്രിഡ്ജിലിടാൻ പറഞ്ഞല്ലേ, ഫ്രിഡ്ജിലിട്ട് വെച്ചിട്ടാണ്. അടുത്തത് നമ്മളുടെ മാജിക് ക്യൂബാണ്. നമ്മുടെ മന്തിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ മാജിക് ക്യൂബ്. പിന്നെ എല്ലാവരുടെ ഫ്രിഡ്ജിലും വേണം പാതി വന്ന തൈര്. ഇത് ഉമ്മ കൊണ്ടുവന്ന പപ്പടം. അടുത്തത് ഇതാണ് ബാദാം പാലുണ്ടെങ്കിൽ ചൂടുള്ള പാലിൽ അവന് പറഞ്ഞാൽ ഇത് ബാദാം മിൽക്ക് ഷേക്കോ ബാദാമിൻ്റെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് പിന്നെ ഇങ്ങനെ നിൽക്കില്ല. ഇത് കുപ്പി വലുതായത് എന്താണ് ചെസ്വാനാ, ഇതാണ് കെച്ചപ്പ്. നമ്മുടെ ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് എന്തായാലും വേണം. പിന്നെ നേരെ വന്നോളി ഗൈസ്, ഇതാണ് നട്ട്സ് ഫ്രിഡ്ജ്. ഇതിൻ്റെ പേരെ മാറ്റിക്കോളി. ഇത് നമ്മളുടെ ഡ്രൈ മുന്തിരി അല്ലേ, ഡ്രൈ മുന്തിരി, ബാദാം, നമ്മുടെ മുന്തിരി, പിസ്ത കണ്ടോ, എല്ലാതും ഉണ്ടാവും. ഈ പിസ്ത மட்டுം ഉണ്ടാവൂല. ഇവിടെ പിസ്ത ഇഷ്ടമുള്ള ഒരാൾ ആരാന്നറിയോ, മിയാസിന് പിസ്ത ഇറങ്ങുള്ളൂ. ഇതേമാതിരി കുപ്പിയിലുണ്ടായിരുന്നു, പക്ഷെ ഒന്നും തിന്നില്ല. ഇത് നമ്മുടെ കറുപ്പ് മുന്തിരി, നമ്മളെ ബ്ലഡ് ഇതിനൊക്കെ. ഇത് മൊത്തം കുരുവോ? ഇത് മൊത്തം കുരുവാണ്. പിന്നെ അടിയിലത്തെ സെക്ഷനിലാണ് ഇത് പച്ചക്കടലല്ലത്, ഇത് വേവിക്കാനുള്ള കടലയാണ്. ഇത് പുറത്ത് വെച്ചാൽ കേട് വരുമ്പോഴേക്കും ഞാനിത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഓരോ സോസുകളാണ്. ഇതും ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ്, എല്ലാ സോസുകളും ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഫ്രിഡ്ജിലെ ഐറ്റംസ് എല്ലാവരും കണ്ടോളൂ. ഇനിയും ഓരോരുത്തരുടെ ഫ്രിഡ്ജിൽ ഓരോരോ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് ഇതന്നെ ധാരാളമാണ്. ഇനി ഇതിൽ സ്ഥലം വെക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇതൊക്കെയാണ് ഐറ്റംസ് ഉള്ളത്. ഫ്രിഡ്ജിൻ്റെ എല്ലാതും ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.